ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ട് പീരിയഡ്സിൻ്റെ ഡേറ്റ് ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് വരെ എംപ്റ്റി സ്റ്റൊമക്ക് ഗ്രാമ്പു വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ആഫ്റ്റർ ഓവുലേഷൻ എംപ്റ്റി സ്റ്റൊമക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ, പ്രഗ്നൻസി വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എംപ്റ്റി സ്റ്റൊമക്ക് തന്നെ ആഫ്റ്റർ ഓവുലേഷൻ മുതൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് ആ ഒരു ടിപ്പ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓവുലേഷൻ മുതൽ ദിവസവും വെറും വയറ്റിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഓവുലേഷനിൽ തന്നെ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കാം കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ അവർ ഗ്രാമ്പു വെള്ളം കുടിച്ചിട്ടാണ് പ്രഗ്നന്റ് ആയതെങ്കിൽ ദിജോസ് വേൾഡ് ക്ലോസ് വാട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രാമ്പു വെള്ളത്തിന്റെ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇപ്പൊ എന്തെങ്കിലും പെർട്ടിക്കുലർ എക്സസൈസ് ചെയ്തിട്ടാണ് അവർ കൺസീവ് ആയതെങ്കിൽ ദിജോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ആ എക്സസൈസ് ഏതാണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു ഡോക്ടർ നടത്തുന്ന അല്ലെങ്കിൽ തരുന്ന ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ഹോം റെമഡീസ്. നേരെ മറിച്ച് ഡോക്ടറുടെ ടിപ്സ് ഫോളോ ചെയ്യുന്നതോടൊപ്പം അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കുന്നതിനോടൊപ്പം നമ്മൾ പറയുന്ന രീതിക്കുള്ള ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരികയോ എക്സസൈസുകളൊക്കെ ഒന്ന് മാറ്റി ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ ഞാൻ ഈ പറയുന്ന ടിപ്പ് നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷേ പീരിയഡ്സിന്റെ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഗ്രാമ്പു വെള്ളത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് ആ കാര്യം ഞാൻ പറയാൻ കേട്ടോ. നമ്മുടെ പീരിയഡ്സിന്റെ ഒരു ബ്ലീഡിങ് നിന്നതിന് ശേഷം നമ്മൾ പലരും ഗ്രാമ്പു വെള്ളം കുടിക്കാറുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിച്ച ഒന്നാണ് ഗ്രാമ്പു വെള്ളം. അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയം മുതൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന അല്ലെങ്കിൽ അടുത്ത പീരീഡ് വരുന്ന ദിവസം വരെ നിങ്ങൾക്ക് ഈ ടിപ്പ് ഫോളോ ചെയ്യാം. ഇനി നിങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വെള്ളം നിങ്ങൾ എടുക്കുന്നത് ഏകദേശം ഗ്രാമ്പു വെള്ളം കുടിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് അത്തിപ്പഴം കുതിർത്തിയിട്ടിട്ടുള്ള വെള്ളവും അതുപോലെ അത്തിപ്പഴവും നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. അത്തിപ്പഴം അഥവാ ഡ്രൈ ഫിഗ് നമുക്ക് ഈസിലി ഡേറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ നിന്നും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഷോപ്പുകളിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ അത്തിപ്പഴം എന്ന് പറയുന്നത്, ഉണങ്ങിയ അത്തിപ്പഴം. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷറിന്റെ ലെവല് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇതിൽ പൊട്ടാഷ്യത്തിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതിലും ആ ഒരു ഹെൽപ്പ് കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് കേട്ടോ. ഇതിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോളിക് ആസിഡ് ഉണ്ട്, അയേൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റമിൻ B6, B1, B12, വിറ്റമിൻ K, വിറ്റമിൻ A, മഗ്നീഷ്യം എന്നിവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. രണ്ടാമതൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇതിൽ കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫൈബർ എന്ന് പറയുന്നത്. ഫൈബർ നമുക്ക് തരുന്ന ഒരു ബെനിഫിറ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് അതൊന്ന് ഹെവി ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫൈബർ സഹായിക്കും. പെട്ടെന്നൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശപ്പോ അല്ലെങ്കിൽ ഒരു ആഗ്രഹമോ നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളായിട്ടിരുന്നെങ്കിൽ അടുത്ത കഴിക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. ആ രീതിക്കാണ് ഇത് വെയിറ്റ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആക്കി വെക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് മൂലമാണ് നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. ഹൃദയം നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിൽ നിന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്നും നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിനെ പലതും സാരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാകുന്ന ചാൻസസ് ഇത് റിഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രീ റാഡിക്കൽസിൽ നിന്നും അതുപോലെ സെൽ ഡാമേജിൽ നിന്നും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് ഷുഗർ ലെവൽ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സാധാരണ PCOD ഉള്ള ആളുകൾക്ക് അവർ ഒരുപാട് ഷുഗർ കഴിച്ചില്ലെങ്കിലും അവരിലുണ്ടാവുന്ന ഇൻസുലിന്റെ റെസിസ്റ്റൻസ് ആ ഒരു കണ്ടീഷനൊക്കെ മൂലം പലർക്കും ഷുഗർ ലെവൽ കൂടാറുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാഷ്യം ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ബോൺസിന് ഇത് സ്ട്രോങ് ആക്കി വെക്കുന്നു. ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ആ ഒരു ബോൺസിലും ജോയിന്റ്സിലും ഒക്കെ നമുക്ക് വേദന വരിക, കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുക എന്നുള്ളതൊക്കെ. ഡ്രൈ ഫിഗിൽ ഓൾറെഡി കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ബോൺസ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മളൊരു 10 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 സ്ത്രീകൾക്കെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് വയറ്റിൽ നിന്ന് പോകാനായിട്ട്, നോർമലായിട്ട് വയറ്റിൽ നിന്ന് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുക. ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അതുമൂലം പല ഹെൽത്ത് ഇഷ്യൂസും നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പൈൽസ് ഫോം ചെയ്യാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് കൂട്ടുന്നു. നമ്മളിപ്പോ അറിഞ്ഞോ അറിയാതെയോ ഇപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ കൊണ്ട് ഒരുപാട് ദീർഘനാൾ നിങ്ങൾ കോൺസ്റ്റിപ്പേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കൊക്കെ ഫൈബറിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഈ ഡ്രൈ ഫിക്കോ അതുപോലെ ബാക്കിയുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നത് ആ ഒരു മോഷൻ പോകുന്നതൊക്കെ സുഗമമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നമുക്ക് നോർമൽ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റുകളാണെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഇത് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോർമോൺസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എഗിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിനും അത് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് മഗ്നീഷ്യം ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു മഗ്നീഷ്യന്റെ കണ്ടന്റ് ശരീരത്തിൽ എത്തുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതുള്ളത് സിങ്ക് ആണ്. സിങ്കും ഇതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. നമ്മുടെ ആ കൃത്യമായിട്ട് ആ ഒരു എഗിന്റെ ഫോർമേഷൻ നടക്കുന്നതിനും സെൽ ഡിവിഷനും ഒക്കെ നടന്നിട്ട് കൃത്യമായിട്ട് ആ ഫലോപ്പിയൻ ട്യൂബ് വഴി ആ ഒരു പുഷിംഗ് എഫക്റ്റ് കൊണ്ട് ട്രാവൽ ചെയ്ത് നമ്മുടെ ആ യൂട്രസിന്റെ ക്യാവിറ്റിയിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗിന് കൊടുക്കുന്നത് ഈ ഒരു സിങ്ക് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടിയാണ്, അല്ലെങ്കിൽ സിങ്ക് ആണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ റെക്കറന്റ് ആയിട്ട് മിസ്കാരേജിന്റെ ഹിസ്റ്ററീസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും യോക്സാക്കോ അല്ലെങ്കിൽ ഫീറ്റൽ പോളോ ഒന്നും വിസിബിൾ ആകാത്ത ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് മാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കണ്ടന്റ്സും തന്നെ എഗിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും സെക്ഷൽ ഹെൽത്ത് നന്നായിട്ടുണ്ടാകുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ PCOD ഉണ്ടാകുന്ന ആളുകൾ, മറ്റുള്ള സിസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ആളുകൾ ശരീരത്തിൽ, അതുപോലെ റെക്കറന്റ് ആയിട്ട് പ്രഗ്നൻസി ലോസ് ഉള്ള ആളുകൾക്ക്, പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഭയങ്കര വേഴ്സ് ആയിട്ടുണ്ടാകുന്ന ആളുകൾക്ക്, ഫൈബ്രോയിഡ് ഉള്ള ആളുകൾക്ക്, അതുപോലെ സിംറ്റംസ് എല്ലാം ഉണ്ടായിട്ടും പ്രഗ്നൻസി നഷ്ടമായി പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. കാരണം ഓവറോൾ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ, എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ ഹസ്ബൻഡിന് കൂടി ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓവറോൾ സ്പേമിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് നടത്തിയതിനു ശേഷം യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി തന്നെ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഹസ്ബൻഡിനും കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്ക്. നിങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഹസ്ബൻഡിനും കൂടി ഇത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഡ്രൈ ഫിഗ് ആളിച്ചിരി സൈസ് ഒക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. നമ്മളിപ്പോൾ ഡ്രൈ ആയിട്ട് വരുന്ന കിവിയുടെ ഒക്കെ ആ ഒരു വലിപ്പത്തിൽ തന്നെ ഈ ഡ്രൈ ഫിഗ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 2 മാക്സിമം 3 നമ്മൾ ഉപയോഗിച്ചാൽ മതി. 2 എടുത്താലും പ്രശ്നമില്ല. അത് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം അത് മുങ്ങാൻ പാകത്തിന് വെള്ളത്തിൽ നിങ്ങൾ മുക്കി വെക്കുക. ഓവർനൈറ്റ് എങ്കിലും നിങ്ങൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അതായത് നമ്മൾ ഒരുപാട് നേരം ഇത് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ കണ്ടന്റ്സ് ഒക്കെ ശരിക്കും ആ ഒരു വെള്ളത്തിലോട്ടും അതുപോലെ ആ ഒരു എല്ലാം അതിന്റെ ബെനിഫിറ്റ് ഒക്കെ നമുക്ക് ശരീരത്തിലോട്ട് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ ഈ ഡ്രൈ ബ്ലാക്ക് റൈസൻ ഇല്ലേ, നമ്മൾ ഉണക്ക മുന്തിരി കുതിർത്താനായിട്ട് വെക്കുന്നത് പോലെ അതിന്റെ ഗുണങ്ങളൊക്കെ ശരീരത്തിലോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്ത് ഒരുപാട് നേരം വെക്കണം. അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുമ്പോഴേക്കും നിങ്ങൾ തലേ ദിവസം ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക.
പിറ്റേ ദിവസം എം ടി സ്റ്റൊമക്കിൽ ഓവുലേഷൻ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ അയേണിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പീരിയഡ്സിന്റെ സമയത്തൊക്കെ ബ്ലഡ് ലോസ് ഉണ്ടാവുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിക്ക് രക്തം പ്രൊഡ്യൂസ് ആവുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഫലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കേജ് പ്രിവെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു പുഷിങ് എഫക്റ്റ് ആണ്. അത് പുഷ് ചെയ്ത് നമ്മുടെ ആ ഒരു ക്യാവിറ്റിയിലോട്ട് എത്തണം. അവിടെ എന്തെങ്കിലും ബ്ലോക്കേജോ സ്കാറോ ഉണ്ടാകുമ്പോഴാണ് ട്യൂബിൽ വെച്ചൊക്കെ ഇംപ്ലാന്റ് ആയി പോകുന്നത്. ആ സിറ്റുവേഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ട്യൂബൊക്കെ ഉള്ള ആളുകൾക്കുമൊക്കെ ഇത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. എം ടി സ്റ്റൊമക്കിൽ തൈറോയിഡിന്റെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിസിൻസ് എം ടി സ്റ്റൊമക്ക് എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ മെഡിസിൻ എടുത്തതിന് ശേഷം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഈ ടിപ്പ് ഫോളോ ചെയ്യുക. ഇനി ഓവുലേഷൻ നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രിയോറിറ്റി കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ഗ്രാമ്പു വെള്ളത്തിന് പ്രിയോറിറ്റി കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടി ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ കയറുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഒരു ഷെഡ്യൂളിനെ അഫക്ട് ചെയ്യാത്ത രീതിക്ക് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഉണക്കമുന്തിരിയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതിന്റെ വെള്ളവും നമുക്ക് കുടിക്കാവുന്നതാണ്. അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.